സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു നോർമൽ ക്ലാസിക് മാച്ച് കളിക്കാൻ പോകാം കേട്ടോ. ഈ ഒരു പുതിയ അക്കൗണ്ടിലാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ക്ലാസിക് മാച്ചിലാണെങ്കിൽ ബോട്ടുകൾ മാത്രമായിരിക്കും എനിമീസ് ആയിട്ട് വരുന്നത്. BR റാങ്ക്ഡ് മാച്ച് കളിക്കാനാണ് 8 ലെവലോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു മാച്ചാണ് ഗൈസ്. ഇപ്പോൾ കറൻ്റ് നമ്മൾ 7 ലെവലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ 8 ലെവലായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് എല്ലതും എന്താ പറയുക ഈ ഒരു BR റാങ്ക്ഡ് മാച്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ഒരു 10 കില്ല് പ്ലസ് എടുക്കാനാണ് ഗൈസ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ നമ്മൾ ടോക്കണെല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ ഗണ്ണെടുക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലാണ് ഗൈസ്. അതോ അപ്പോൾ തന്നെ ഞാനൊരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എനിമിനെ അടിക്കുക എന്നുള്ളതാണ് ഗൈസ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്നൈപ്പർ എടുത്ത് പോവാണ്. ആദ്യം കിട്ടിയതിന് സ്നൈപ്പറാണ്. അതിൻ്റെ അടുക്കാണ് ഗൈസ് എൻ്റെ അടുത്ത് ആദ്യം ഒരു എനിമി പെട്ടെന്ന് തന്നെ സ്പോണായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എനിമി സ്പോണായി. അവന് കുറച്ച് ഡാമേജും കൊടുത്ത് വീണ്ടും പിന്നാലെ തന്നെ വെച്ചങ്ങ് പിടിച്ചു. പക്ഷേ ആ എനിമിനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. അതെങ്ങനെയോ നമ്മുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യണം. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ആണെങ്കിൽ ഗ്ലൈഡർ ഉണ്ട്. ഈ ഒരു പണ്ടുണ്ടായിരുന്ന ഫ്രീ ഫയറിൽ ഗ്ലൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലൈഡർ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ എന്താ പറയുക ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അതാണ് നമ്മൾ സ്കോപ്പ് ചെയ്ത് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു എനിമി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ 2 കില്ല് പെട്ടെന്ന് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചൊരു ഹെഡ് ഷോട്ടും പിന്നെ ബാക്കി 2 അങ്ങ് ബോഡി ഷോട്ട് അടിച്ച് ടോട്ടൽ 3 കില്ല് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അങ്ങ് എടുത്ത് കഴിച്ച് ഈ ഒരു ക്ലോക്ക് ടവറിലെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ എടുത്ത്. അപ്പോഴാണ് ഞാൻ കഴിച്ച് നമുക്കാണെങ്കിൽ MB5 2 ചിപ്പ് കിട്ടിയിട്ടുണ്ട്. അതും വെച്ച് അവനെ അങ്ങ് അടിച്ചിടാൻ നോക്കുമ്പോഴേക്കും അവൻ ഓടി ബോട്ടായതുകൊണ്ട് തന്നെ ഓടുന്നുണ്ടായിരുന്നു. അവനെ വേറെ ആരും അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വേറെ ആരും ഫിനിഷ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഗണ്ണെടുക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ M10 കണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ M10 എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഷോർട്ട് ഗണ്ണും പിന്നെ ഒരു XM80 എടുത്ത് പോവാണ്. പക്ഷേ ആണെങ്കിൽ ഗൈസ് ഈ ഒരു M10ലാണെങ്കിൽ ആമോയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ XM80 വെച്ച് ലോങ് റേഞ്ച് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നമ്മൾ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു എനിമി ചാടി അങ്ങ് ഇറങ്ങി വേറൊരുത്തനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ച് 6 കില്ല് ക്ലോക്ക് ടവറിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 6 കില്ലായിട്ട് അവന്മാരുടെ അടുത്ത് ലൂട്ട് കൊടുത്ത് നമ്മളങ്ങ് ഇവിടുന്ന് സ്ഥലം വിടാൻ നിൽക്കുമ്പോഴാണ് ഗൈസ് നമ്മൾ ഈ ഒരു ഗണ്ണ് അറിയാതെ ചേഞ്ച് ആയിപ്പോയി. ഇനിയിപ്പോൾ അത് തിരിച്ച് മാറ്റണം ഗൈസ്. അതിന് മുന്നേറ്റ് നമ്മൾ ഈ ഒരു ടോക്കണൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്, പക്ഷേ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അതായിട്ട് നമ്മൾ ആ ഒരു ഗണ്ണും ഒഴിവാക്കിയിട്ട് ഇനി അടുത്തതായിട്ട് ആ ഒരു M10 തന്നെ തിരിച്ചെടുക്കുകയാണ് ഗൈസ്. ഈ ഒരു M10 ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇതിനാണ് ഈ ആമോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫാക്ടറിയിൽ പോയിട്ട് വേണം ഈ ഒരു ആമോയും കാര്യങ്ങളൊക്കെ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഫാക്ടറിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ടോക്കണെല്ലാം കളക്ട് ചെയ്ത് ഒരു 10+ സ്കില്ലെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഫാക്ടറിയിലുള്ള എനിമീസിനും കൂടി നമുക്ക് അടിച്ചിടണം ഗൈസ്. അതിന് മുന്നേറ്റ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു M10 ആമോയും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു പ്ലാനാണ്. ഇനിയിപ്പോൾ ഈ ഒരു ആമോയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം M10 വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് റേഞ്ചിലൊരു എനിമി വന്നാലും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമുക്കിപ്പോൾ ഷോർട്ട് റേഞ്ചിൻ്റെ ആമോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ എനിമീസിനെ കൂടെ അടിച്ചിടണം ഗൈസ്. അതിന് മുന്നേറ്റ് നമുക്കാണെങ്കിൽ ഈ ഒരു ഗ്ലൈഡർ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. അതിനായിട്ട് നമുക്ക് ഫാക്ടറിൻ്റെ ടോപ്പ് കയറിക്കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഗൈസ്. ഫാക്ടറിൻ്റെ മുകൾക്ക് കയറാനാണെങ്കിൽ എന്താ പറയുക ഗ്ലൂ വാൾ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മുകൾക്ക് കയറാൻ. ആദ്യം സ്റ്റെപ്പ് നമ്മൾ കയറി പോകേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊരു എനിമിനെ കണ്ട് അവനങ്ങ് അടിച്ചിടാൻ നോക്കി. പക്ഷെ അവനെ കൊള്ളുന്നില്ല ഗൈസ്. ഹെഡ് ഷോട്ട് കയറി. പക്ഷെ അവൻ അപ്പത്തിന് ഓടുന്നതാണ്. കാരണം ബോട്ടാണല്ലോ, അതുകൊണ്ടാണ് ഈ ഓടുന്നത്. അപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ അങ്ങ് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അലോക്ക് ഇട്ടുകൊണ്ട് നല്ല സ്പീഡിൽ നമുക്ക് ഓടാനും കാര്യങ്ങളൊക്കെ പറ്റും. അതാണല്ലോ ഈ അലോക്കിൻ്റെ ഒരു എബിലിറ്റി. ഡയണിനെ അങ്ങനെ അടിച്ചിടാൻ നോക്കി ഡ്രാഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. നമ്മളാണെങ്കിൽ ഡ്രാഗ് ചെയ്യുന്നതുകൊണ്ടാണ് കിട്ടാതെന്ന് തോന്നി. പിന്നെ അടിച്ചിടാൻ നോക്കിയപ്പോഴേക്കും ആ ഒരു എനിമിയാണെങ്കിൽ നമ്മുടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഗൈസ് വേറൊരു എനിമി അവൻ ഇവിടെ തന്നെ വന്ന് M10 വെച്ച് അടിച്ചിടാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. വീണ്ടും M10 വെച്ച് ട്രൈ ചെയ്ത് 1 ടാപ്പൊന്നും കയറുന്നില്ല. പിന്നെ ഈ ഒരു എന്താ പറയുക ഈ XM80 വെച്ച് തന്നെ അടിച്ച് കുത്തി പിടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. കാരണം അവൻ ഓടിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ചിട്ടതാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഫാക്ടറിൻ്റെ മുകളിൽ കയറാനുള്ളൊരു ട്രൈ നടത്തണം ഗൈസ്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണം. പിന്നെ ഗ്ലൂ വാൾ ഇട്ടിട്ട് ഈ ഒരു സാധനത്തിൽ ചവിട്ടിയിട്ട് കയറാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ അങ്ങനെ കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അടിയിൽ വേറൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട്
അങ്ങനെ കയറാനുള്ളൊരു അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോഴാണ് ഗൈസ് വേറൊരു എനിമിനെ കണ്ട് അവനെ അങ്ങ് ഫുൾ റെഡ് അടിച്ചിട്ട് അവനങ്ങ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറാൻ നോക്കുമ്പോൾ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ അപ്പുറത്തൊരു ഡ്രോപ്പ് വന്നിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അതിലുള്ള ഗണ്ണ് വെച്ച് കളിക്കാനാണ് അടുത്തൊരു പ്ലാന്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ ഗണ്ണാണ് കിട്ടിയത്. ഇതിലാണെങ്കിൽ അൺലിമിറ്റഡ് ആമോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ആമോ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മാപ്പിൽ 3 എനിമിനെ ഞാൻ കാണുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ഈ അർസലിൽ പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു M10 ലെവൽ 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ 2 എടുത്താൽ നമുക്ക് കുറച്ചും കൂടി പവറായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. ആ മാപ്പിൽ കണ്ട 3 എനിമീസിനെ അടിക്കാൻ പോകുമ്പോഴാണെങ്കിൽ ഒരു എനിമിനെ കണ്ടു, പക്ഷെ അത് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ആ ഒരു എനിമിനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു എനിമിനെ കണ്ട് അവനെ യൂസ് വെച്ചിട്ട് ഫുൾ ഡാമേജ് കൊടുത്തു, ഫുൾ റെഡ് അടിച്ചു. അടുത്ത എനിമിനെയും ഫുൾ റെഡ് അടിച്ച് 10ൽ കൂടുതൽ കില്ല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എടുത്തു. 11 കില്ല് നമ്മളിപ്പോൾ ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗൈസ് അടുത്ത എനിമിനെയും തപ്പി പോവാണ്. ഈ ഒരു ടൈമിലാണെങ്കിൽ ഞാൻ നോക്കുന്ന ഈ അർസനലിൻ്റെ കീ നമുക്കിപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഗൈസ്. കാരണം ഈ ഒരു അർസനലിപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഗൈസ് ഞാൻ ഈ ഒരു സാധനം പൊട്ടിച്ച് നോക്കുമ്പോൾ മാപ്പിലായിട്ടൊരു എനിമിനെ കാണുന്നുണ്ട്. പക്ഷെ ആ എനിമിനെ എനിക്ക് കാണുന്നില്ല. ഞാൻ സ്കോപ്പൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഗൈസ്. പിന്നെ ആ ഒരു എനിമിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാണ് ഗൈസ്. ഇനിയിപ്പോൾ പീക്കിൽ പോകണം. പീക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു കില്ലെങ്കിലും കിട്ടാതിരിക്കില്ല. ഇനി നമുക്ക് കില്ല് വേണം, കാരണം പെട്ടെന്ന് നമുക്ക് റാങ്കിഡിലേക്ക് കടക്കാനുള്ളതാണ്. ഈ ഒരു നോർമൽ ക്ലാസിക് മാച്ചൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ആ ഒരു ലെവൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല കില്ലൊക്കെ എടുത്തിട്ട് തന്നെ കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൽ കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ലെവലും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്ലൂ വാൾ കൂടാനില്ല, കാരണം മാക്സിമം ഫുള്ളാണ്. അപ്പോഴാണെങ്കിൽ ആ ഒരു എനിമിനെ ഞാൻ പിന്നെ സ്പോട്ട് ചെയ്തു. ഇതാ എനിമി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെടിവെച്ച പാടെ അവനെ അനങ്ങി ഹെഡ് ഷോട്ട് അടിച്ച് അവനങ്ങ് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഷീൻ ഗണ്ണ് വെരി യൂസ്ഫുള്ളാണ് ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വെസ്റ്റ് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റ് റിപ്പയർ ചെയ്തിട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ ഇപ്പോൾ പീക്കിലെത്തിയിരിക്കണേ. പീക്കിലെത്തിയതിന് ശേഷമാണ് ഈ ഒരു ബുഷിലുള്ള സ്ഥലത്ത് നിന്ന് ഒരു എനിമിനെ സ്പോട്ട് ചെയ്ത് അവനെ M10 വെച്ച് അടിച്ചിടാൻ നോക്കി. അപ്പോഴേക്കും അവൻ ഓടി ഗൈസ്. അപ്പോഴേക്കും ഈ ഒരു മെഷീൻ ഗണ്ണ് വെച്ചിട്ട് തന്നെ അങ്ങ് ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ട്. ഒറ്റ ഹെഡ് അങ്ങ് കൊടുത്ത്, പക്ഷെ അത് അങ്ങ് ഫിനിഷ് ആയിട്ടില്ല. വീണ്ടും ഡ്രാഗ് ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ ബോഡി ഷോട്ടിലാണ് പിന്നെ ആ ഒരു എനിമി ഫിനിഷ് ആയത്. അടുത്ത എനിമിനെയും കൂടി നമ്മളങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനിമിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ടോട്ടൽ 6 അലൈവാണുള്ളത്. നമ്മളാണെങ്കിൽ 14 കില്ലും കാര്യങ്ങളും എടുത്ത് ഫുൾ പവറായി നിൽക്കുകയാണ് ഗൈസ്. നമ്മളാണ് ഇനിയിപ്പോൾ ഈ ഒരു ബൂസ്റ്റ് ഈ സാധനം ഇട്ടിട്ട് സ്പീഡിൽ തന്നെ നമ്മൾ ഓടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഓടി ഈ ഒരു വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഞാൻ പോർത്തെ ഈ ഒരു ഗ്ലൈഡർ ഇത് നമ്മൾ ഇതുവരെയായിട്ട് ടെസ്റ്റ് ചെയ്തില്ല. ഇത് നമുക്കൊന്ന് ഇതിലൊന്ന് നോക്കണം ഗൈസ്. ഈ ഒരു ഗ്ലൈഡറിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചാടിയിട്ടാണ് ഇനി ആ ഗ്ലൈഡർ ഇടാൻ പോകുന്നത്. കാരണം അവിടെ ഇറക്കാണല്ലോ, അപ്പോൾ അവിടെ എത്തും. സ്ട്രിപ്പിൻ്റെ അവിടെ എന്തായാലും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഞാനിപ്പോൾ ഗ്ലൈഡറിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണ് ഈ ഗ്ലൈഡർ. പക്ഷേ ഇതിന് നിന്ന് അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ താഴത്തോട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ഈ ഒരു ഗ്ലൈഡറിൽ പറന്ന സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത എനിമിനൊന്നും കാണുന്നില്ല ഗൈസ്. ഞാൻ ആകെ 3 അലൈവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഒന്നും കൂടി ഈ ഒരു ഗ്ലൈഡർ യൂസ് ചെയ്യാൻ പോവാണ്. ഒരട്ടും കൂടി ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് ഗൈസ് ഈ ഒരു ഹൈറ്റ് അനുസരിച്ചാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത എനിമിനെ തപ്പി പോകണം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അതാണ് ഗൈസ് പരിപാടി. ലാസ്റ്റ് എനിമിനെ തപ്പി പോകണം. ലാസ്റ്റ് എനിമി എല്ലാം അങ്ങനെ ഒരുപാട് നേരം നമ്മൾ തപ്പീൻ്റെ ശേഷമാണ് ഗൈസ് ഈ ഒരു എനിമിനെ കിട്ടുന്നത്. ഇവിടെ മൊത്തം ഞാൻ കറങ്ങി ഈ സ്ട്രിപ്പ് മൊത്തം ചുറ്റി കറങ്ങിയതിൻ്റെ ശേഷം ആവശ്യമില്ലാണ്ട് കുറേ ടോക്കണൊക്കെ വാരിക്കൂട്ടി ഈ ഒരു എൽ ഷേപ്പും കയറി വന്ന് ഈ ഒരു മല കൂടി നമ്മളിന്ന് കയറും. അപ്പോഴാണ് ഗൈസ് ഈ ഒരു എനിമിനെ നമുക്ക് സോൺ ഔട്ട് എന്നാണ് ഗൈസ് കിട്ടുന്നത്. ആ എനിമി വെറുതെ ചാവാൻ നിൽക്കുക. നമ്മൾ അടിച്ചപ്പോഴേക്കും ചെറുതായിട്ട് അനങ്ങി അങ്ങനെ ആ ഒരു കില്ലും എടുത്ത് 15 കില്ലിൽ നമ്മൾ ഈ ഒരു കളി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.